ഇന്നുണ്ടല്ലോ ഒരു ലേസി മോർണിംഗ് ടിഫിൻ ബോക്സ് പ്രിപ്പറേഷനാണ് കേട്ടോ. മടി വല്ലാതെ അങ്ങ് കയറി ഭരിക്കുമ്പോൾ ഇതുപോലെയുള്ള ചില എളുപ്പവഴികളിലൂടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ദിവസമായിരുന്നു അന്നത്തെ കുട്ടികളുടെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ടിഫിൻ ബോക്സിൻ്റെ റെഡിയാക്കലൊക്കെ. പക്ഷേ നമുക്ക് ഇങ്ങനെ പ്ലാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിലും എന്തുണ്ടാക്കണം എങ്ങനെ വേണമെന്നൊന്നും ഇല്ലെങ്കിലും ഈ ഇൻസ്റ്റാമാർട്ടും ബിഗ് ബാസ്ക്കറ്റൊക്കെ ഉള്ള കാരണം കൊണ്ട് ആ കാര്യത്തിൽ ഒരു സമാധാനം ഉണ്ടാവും. പെട്ടെന്ന് തന്നെ സാധനങ്ങൾ നമ്മുടെ വീട്ടിലെത്തും. വേറെ ഒന്നല്ല പറഞ്ഞു തന്നത് ഈ ഒരു റെഡിമെയ്ഡ് സാമ്പാറാണ് കേട്ടോ. സാമ്പാർ മാത്രമല്ല ഇഡ്ഡലി മാവും ഉണ്ട്. ഇതാണ് ID ഫ്രഷിൻ്റെ സാമ്പാർ. ഇതിൽ എല്ലാ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മളിത് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം, പിന്നെ ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസും എങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 350 ഗ്രാമിൻ്റെ പാക്കറ്റിന് 100 രൂപയാണ് കേട്ടോ വരുന്നത്. ഇത് നേരെ ചൂടുവെള്ളത്തിലൊന്ന് ഈ കവറടക്കം ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് പിന്നെ അത് നമുക്ക് ഓവനിൽ വെച്ചോ ഗ്യാസിൽ വെച്ചോ ചൂടാക്കാം. ഞാനിത് കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ചിട്ട് പിന്നെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെ അങ്ങോട്ട് തിളപ്പിച്ചെടുക്കുക ചെയ്യാം. പിന്നെ IDയുടെ ഇഡ്ഡലി ഓർ ദോശ ബാറ്ററാണത്. അപ്പോൾ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കാറുള്ള കാരണം എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നല്ല ഇഷ്ടപ്പെട്ട ബ്രാൻഡാണ്. ഈ ഒരു സാമ്പാർ ബ്രാഹ്മിൻസിൻ്റെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അത് മുമ്പ് വാങ്ങിയിട്ടുണ്ട്, ചെറിയ പാക്കറ്റായാണ് ഇപ്രാവശ്യം ഞാൻ IDയുടെ വാങ്ങിയത്. സാമ്പാർ നമ്മൾ വാങ്ങിയിട്ടുള്ളതിൽ നമുക്ക് വേറെയും ടേസ്റ്റിന് വേണ്ടി എന്തെങ്കിലും മിക്സ് ചെയ്യണമെങ്കിൽ മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ ഇത് 2 ബാറ്ററിലും ഉപ്പ് മാത്രം ചേർത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ചെയ്തത്. അപ്പോൾ അതേ മോള് ബ്രഷ് ചെയ്യാൻ വന്ന് നിൽക്കുന്നതാണ് കേട്ടോ. അവൾ മുക്കിയും മൂളിയും ഇങ്ങനെ നിൽക്കും. ഇനിയിപ്പോൾ ദോശയൊക്കെ നമുക്ക് റെഡിയാക്കാം. സാമ്പാറിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായ കാരണം കൊണ്ട് ദോശ പണിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. ദോശയും എനിക്ക് ഇഡ്ഡലീനേക്കാളും ഇഷ്ടം ദോശയാണ് കേട്ടോ. IDയുടെ ഈ ഒരു മാവ് വെച്ചിട്ട് എന്തോ ബാക്കി കുറേ മാവ് ഇങ്ങനെ ഇതിൻ്റെയൊക്കെ ഇത് നമ്മൾ ഓൺലൈനിൽ നോക്കുമ്പോൾ കുറേ ബ്രാൻഡിൻ്റെ കാണുമെങ്കിലും എന്തോ വിശ്വസിച്ച് അങ്ങോട്ട് വാങ്ങിക്കാൻ തോന്നുന്നതും കഴിക്കാൻ തോന്നുന്നതും ഇത് മാത്രമേ തോന്നിയിട്ടുള്ളൂ. ഞാൻ വാങ്ങിയിട്ടുണ്ട് വേറെ പല ബ്രാൻഡും, പക്ഷേ ഇത് മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ദോശ ചെറുപടിയെന്ന് ഉണ്ടാക്കുകയാണ്. അപ്പോൾ മോനുള്ളതൊക്കെ ഉണ്ടാക്കി മാറ്റി വെച്ചപ്പോൾ പിന്നെ മോൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിരത്തി പരത്തിനേക്കാൾ ഇഷ്ടം കുട്ടി കുട്ടി ദോശകളാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓരോന്നൊക്കെ കാട്ടി ചെറിയ ചെറിയ ദോശകളൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഇടയ്ക്ക് എൻ്റെ കഴിവൊക്കെ ഒന്ന് ഞാൻ പ്രദർശിപ്പിക്കാൻ നോക്കി, പക്ഷെ അതൊക്കെ ആകെ മൊത്തം ഫ്ലോപ്പായി. പിന്നെ അവർക്ക് ഷോർട്ട് ബ്രേക്കിനുള്ളതും റെഡിയാക്കായിരുന്നു. ഷോർട്ട് ബ്രേക്കിന് ഞാൻ ഫ്രൂട്ട്സാണ് കൊടുത്തയക്കുന്നത്. ഹെൽത്തി ഫുഡൊക്കെയാണ് നമുക്ക് സ്നാക്സ് ബ്രേക്കിന് കൊടുത്തയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെ കട്ട് ചെയ്തോ അങ്ങനെ വെക്കാറ്. വല്ലപ്പോഴും ഒന്ന് അവളിങ്ങനെ കൊതി പറയുമ്പോൾ ഞാൻ ബ്രെഡും ജാമോ അല്ലെങ്കിൽ ബ്രെഡ് ന്യൂട്രൽ അങ്ങനെയൊക്കെ വെക്കും കേട്ടോ, ബട്ടറൊക്കെ കൂട്ടി. പക്ഷെ ഒരു ദിവസമൊക്കെ മാമിൻ്റെ കണ്ണ് വെട്ടിച്ച് കഴിക്കാം. പക്ഷേ പിന്നെയും കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞു കൊടുത്തിട്ട് എങ്ങനെയും മാം അറിഞ്ഞിട്ട് ചീത്ത കേട്ടെന്ന് പറഞ്ഞ് വരും. അങ്ങനെ കൊടുത്തയക്കാറില്ല അധികം. പിന്നെ ഞാൻ അവരുടെ ടിഫിൻ ബോക്സൊക്കെ ഒന്ന് തിളച്ച വെള്ളത്തിലൊന്നിട്ട് മുക്കിയെടുക്കണം കേട്ടോ. ഇത് ഞാൻ സാധാരണ സാറ്റർഡേ സൺഡേ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പാത്രത്തിൽ ഇങ്ങനെ നന്നായി വെള്ളം എടുത്ത് ഇങ്ങനെ തിളച്ചിട്ട് ആ തിളച്ച വെള്ളത്തിലേക്ക് ഇതങ്ങോട്ട് ഇട്ടങ്ങോട്ട് തിളപ്പിക്കുക ചെയ്യുക. ഇതിപ്പോൾ സമയമില്ല, ചിലപ്പോഴൊക്കെ ഇങ്ങനെ വിട്ടു പോകുമ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ എന്തായാലും ഇങ്ങനെ ചെയ്യും കേട്ടോ. തിളച്ച വെള്ളത്തിൽ സ്റ്റീലിൻ്റെ പാത്രമൊക്കെ ഇങ്ങനെ വിട്ട് വയ്ക്കും, ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ മുക്കി ഇങ്ങനെ എടുക്കും, അടപ്പുകളും ഒക്കെ. അപ്പോൾ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ എടുത്ത് അപ്പം തന്നെ നമ്മൾ അടച്ചു വെക്കണം. ഈ ഒരു മെറ്റീരിയൽ തണുത്ത് കഴിഞ്ഞാൽ അതൊന്ന് ചുരുങ്ങും, അപ്പോൾ പിന്നെ നമുക്ക് അടയ്ക്കാൻ പറ്റില്ല. അങ്ങനെ എനിക്ക് പറ്റിയിട്ടുണ്ട് മുമ്പ്. അതുകൊണ്ട് തന്നെ അപ്പം തന്നെ അടച്ചു വെച്ചിട്ട് പിന്നെ അത് ചൂടാറിയ ശേഷം തുറന്ന് വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഫുഡാക്കും. ഇതുപോലെ തന്നെ വാട്ടർ ബോട്ടിലും തിളച്ച വെള്ളവും ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടല്ലോ അതും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ കഴുകി വൃത്തിയാക്കിയെടുത്ത് അങ്ങനെയാണ് ഞാൻ ഇടയ്ക്ക് ചെയ്യുന്നത്. എല്ലാം വീഡിയോ എടുത്ത് കാണിക്കാനൊന്നും ഈ ഒരു സമയത്ത് പറ്റില്ല. ഇതിപ്പോൾ അവിചാരിതമായി ഇത് വീഡിയോ എടുക്കാൻ പറ്റിയ കാരണം നിങ്ങളോട് പറഞ്ഞതാണ് കേട്ടോ. മോളപ്പോഴേക്കും റെഡി ആയിട്ട് വന്നു. എന്നിട്ട് അവൾക്ക് ദോശ കണ്ടപ്പോൾ ദോശ വേണമെന്ന് പറഞ്ഞിട്ട് കഴിക്കണം കേട്ടോ അവിടെ നിന്ന്. അപ്പം ഞാൻ ടിഫിൻ ബോക്സിലാക്കുന്നത് കൂടാണ്ട് അവൾക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം ദോശ ആയ കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ദോശ, ഇഡ്ഡലി എന്നൊക്കെ പറയുന്നത്. അതേ നമ്മുടെ സാമ്പാറിലുണ്ട് മുരിങ്ങക്കായും കുമ്പളങ്ങയൊക്കെ ഉണ്ട് കേട്ടോ അതിൽ കഷ്ണങ്ങൾ. ഞാൻ അത് കഴിച്ചു. ഞാൻ ഫസ്റ്റ് ഇതിന് മുമ്പ് വാങ്ങിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഫസ്റ്റ് ഞാൻ കഴിച്ചിട്ടാണ് ഇവർക്ക് കൊടുത്തയച്ചുള്ളൂ. എങ്ങനെയുണ്ട് എന്താണെന്നൊക്കെ അറിയണമല്ലോ എന്ന് വെച്ചാൽ നമ്മൾ അമ്മമാർ ഫസ്റ്റ് കഴിച്ച് നോക്കുമല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള സംഭവമായിരുന്നു, ബ്രാഹ്മിൻസിൻ്റെ ആയാലും ഇതായാലും. അപ്പോൾ അങ്ങനെ ഫ്രൂട്ട്സ് ഞാൻ പെരയ്ക്കണം കേട്ടോ ആക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് ആക്കി കൊടുത്തയക്കാൻ. മോളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദോശ മതിയായില്ല, അവൾക്ക് വീണ്ടും വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ടിഫിൻ ബോക്സിലാക്കിയത് വീണ്ടും എടുത്ത് കൊടുത്ത് അങ്ങനെ അവളത് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവരുടെ ടിഫിൻ ബോക്സൊക്കെ റെഡിയാക്കി അങ്ങനെ അവരെ പറഞ്ഞയച്ചു. അപ്പോൾ നമ്മൾ വല്ലപ്പോഴൊക്കെ ഇതുപോലെ നമുക്ക് വയ്യായ വലച്ചിലോ മടിയൊക്കെ തോന്നുക വെച്ചൊക്കെ ഇങ്ങനെയൊക്കെ ആക്കാം. ഇത് മാസത്തിലൊരിക്കൽ ചിലപ്പോൾ അതും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ഒരു റെഡിമെയ്ഡ് ബാറ്ററൊക്കെ വാങ്ങി ഉണ്ടാക്കി കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചില ദിവസങ്ങളിലെ ടിഫിൻ ബോക്സ് റെഡിയാക്കൽ. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. സീൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.